വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ശിവനാണെങ്കിൽ ആ ഒരു ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് അതിനൊക്കെ ശേഷമാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ വീണ്ടും ശിവൻ ഇറങ്ങുകയാണ്. എന്നിട്ട് സോമശേഖരനെ കാണാൻ തന്നെയാണ് ശിവൻ പോകുന്നത്. സോമശേഖരനാണെങ്കിൽ രാവിലെ നടക്കാൻ പോകുമ്പോഴോ എവിടെയോ വെച്ചാണെങ്കിൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ശിവനാണെങ്കിൽ ഇങ്ങനെ കാണുന്നുണ്ട്, സോമശേഖരനെ കാണുകയാണ്. എന്നിട്ട് സോമശേഖരനുമായിട്ട് വാക്ക് തർക്കവും തല്ലും ഒക്കെ ആവുകയാണ്. എന്നിട്ട് ഒരു ബോളൊക്കെ ശിവൻ്റെ കയ്യിൽ ഫുട്ബോളൊക്കെ ഇങ്ങനെയുണ്ട്, അതൊക്കെ കറക്കി കറക്കി ശിവൻ ഇങ്ങനെ സോമശേഖരന് ചുറ്റും ഇങ്ങനെ നടന്ന് സംസാരിക്കുന്നുണ്ട്. ഇനി ഒരാളെയും താൻ ലോക്കപ്പിലിട്ട് പെരുമാറില്ല എന്ന് പറഞ്ഞിട്ട് ആ കയ്യോ കാലോ എന്തോ ഒടിക്കുന്നുണ്ട്. എന്നിട്ടങ്ങനെ താക്കീതെന്ന പോലെ നൽകുകയാണ് ചെയ്ത് സോമശേഖരൻ തറയിൽ വീണ് കിടക്കുന്ന ആ ഒരു സീനും ശിവനാണെങ്കിൽ ആ ഒരു കയ്യിലൊക്കെ വെച്ച് ഇങ്ങനെ തോളിലിട്ടിരിക്കുന്ന ആ ഒരു സീനൊക്കെ ഒരു റൗഡി എന്ന പോലെ ഉള്ള ഒരു അടി സീനാണ് കാണിക്കുന്നത്. അതിന് ശേഷം ശിവനാണെങ്കിൽ തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം അവിടെ പ്രകാശനും പിന്നെ ചന്ദ്രയും റാണിയും വേലായുധനും ഒക്കെയുണ്ട്. അന്നേരം ചന്ദ്ര പറയുന്നുണ്ട്, ശിവനോട് പറയുകയാണ്, ഇനി ഏട്ടൻ്റെ ജീവിതത്തിൽ ഒരു അച്ചടക്കവും ഒതുക്കവും ഒക്കെ വേണം. അപ്പോൾ നിയന്ത്രിക്കാനായിട്ട് ഏട്ടൻ്റെ ജീവിതത്തിലേക്ക് അങ്ങനെയുള്ളൊരു പെണ്ണ് കടന്നു വരണം എന്നിങ്ങനെ പറയുമ്പോൾ ശിവനിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് പെട്ടെന്ന് ശിവനോടങ്ങ് എഴുന്നേറ്റ് പോവുകയാണ്. വണ്ടി എടുത്ത് ശിവനങ്ങ് ബുള്ളറ്റ് ഓടിച്ച് ഇങ്ങനെ പോവുകയാണ് കാണിക്കുന്നത്. അതിന് ശേഷമാണെങ്കിലാണെന്ന് തോന്നുന്നു ശാലിനി ആണെങ്കിൽ ആ ദീപുവിനെയും കുടുംബത്തെയൊക്കെ വഴിയിൽ വെച്ച് കാണുന്നുണ്ടല്ലോ. എന്നിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നു തോന്നുന്നു അവരുടെ ഒരു താമസ സ്ഥലത്തിന് വേണ്ടിയിട്ട്. അനുപല്ലവിയൊക്കെ ശാലിനി ഫോൺ ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. എന്നിട്ട് കുട്ടികൾ സന്തോഷത്തോടെ അമ്മയെന്ന് പറഞ്ഞിങ്ങനെ ശാലിനിയെ ചേർത്ത് പിടിക്കുന്നതും കാണിക്കുന്നുണ്ട്. അന്നേരം അനുപല്ലവിയോട് പറഞ്ഞിട്ട് ഇവർക്കൊരു സ്റ്റേ ചെയ്യാനുള്ള ഒരു താമസ സ്ഥലം അവർ ഒരുക്കുമായിരിക്കും. ആ ഒരു സന്തോഷത്തിലായിരിക്കും കുട്ടികൾ അങ്ങനെ ഒരു സ്നേഹപ്രകടനം കാണിക്കുന്നത്. അതിനുശേഷം ശാലിനി പറയുന്നുണ്ട്, ഈശ്വരൻ തീരുമാനിക്കുന്നത് പോലെയൊക്കെയല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ എന്നിങ്ങനെയും പറയുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ ശിവൻ നേരെ വരുന്നത് സത്യഭാമയുടെ വീട്ടിലേക്കാണ് വരുന്നത്. അന്നേരം ഭാമയാണെങ്കിൽ കുറച്ച് ഗൗരവത്തിലും ദേഷ്യത്തിലും ഒക്കെയാണ് സംസാരിക്കുന്നത്. ഭാമ ഇങ്ങനെ ആ ഉമ്മറത്താണെങ്കിൽ ഇങ്ങനെ കസേരയിൽ ഇരിക്കുന്നുണ്ട്. ശിവനോട് കുറേ ചോദ്യങ്ങൾ എന്ന പോലെയാണ് ചോദിക്കുന്നത്. നിങ്ങൾ തരത്തിലുള്ള ബന്ധം എന്താണെന്നും ഏത് തരത്തിലുള്ളതാണെന്നും എനിക്ക് അറിയണം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശിവനാണെങ്കിൽ ഉത്തരവില്ലാതെ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. അതായത് ശാലിനിയും ശിവനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ പറ്റിയായിരിക്കും സത്യഭാമ അവിടെ ചോദിക്കുന്നതൊക്കെ. അതിൽ ഈ പ്രമോ കാണിക്കുമ്പോൾ ഹൈലൈറ്റ് എന്ന പോലെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നുണ്ട്, നാടും വീടും മൊത്തം ശിവനും ശാലിനിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് ചർച്ചയാകുന്നു. ഇനി വരാൻ പോകുന്നത് നിർണായക മുഹൂർത്തങ്ങൾ ഇനി സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത്രയുമാണ് പുതിയ കമ്മിങ് സൂൺ പ്രമോയിൽ വന്നിരിക്കുന്ന ആ ഒരു സീനുകൾ. അപ്പോൾ അവിടെ ആ സത്യഭാമയ്ക്കും ശാലിനിയും ശിവനുമായുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് സംശയമൊക്കെ തോന്നുകയാണ്. പക്ഷേ വിഷ്ണു എവിടെയോ പോയി, പിന്നെ ഒറ്റയ്ക്ക് പോയി താമസിക്കുന്നു, കുടുംബത്തെ ഉപേക്ഷിച്ച് പോയി എന്നൊക്കെയാണ് ഭാമ പറയുന്നതൊക്കെ. അപ്പോൾ ഇനി ഭാമ ഇനി എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതാണ്. ശാലിനിയോട് ദേഷ്യമുണ്ടാകുമോ അതോ ശിവനെ ഇനി കൂടെ നിർത്താനാണോ എന്താണെന്നുള്ളതൊക്കെയാണ് നമുക്ക് വരും എപ്പിസോഡുകളിൽ ബാക്കി കാണാം. ഓക്കെ, താങ്ക് യു.